Hi, welcome to Enria. നമ്മുടെ RRB IBPSന്റെ റീജിയണൽ റൂറൽ ബാങ്കിന്റെ എക്സാം ഇപ്പോൾ റീസെന്റ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ഒരു എക്സാംസ് നല്ലപോലെ തന്നെ എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരുപാട് പേരോട് സംസാരിച്ചും പലരും പല റേഞ്ചിലാണ് അവിടെ അറ്റംപ്റ്റ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ക്ലർക്കിന്റെ എക്സാം നടന്നിട്ടുണ്ടായിരുന്നു, പിഒയുടെ എക്സാംസ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയായിരിക്കും അതിന്റെ ഒരു കട്ട് ഓഫ്, ഇന്ന് മുമ്പത്തെ വർഷങ്ങളിൽ എങ്ങനെയായിരുന്നു, ഈ വർഷവും കട്ട് ഓഫ് ഏകദേശം എങ്ങനെയായിരിക്കും വരാൻ സാധ്യത എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു സെഷനിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയായിരുന്നു ഈ വട്ടത്തെ ഈ ഒരു എക്സാംസ് നടന്ന സമയത്ത് ഇതിന്റെ ഒരു അറ്റംപ്റ്റ്, മോസ്റ്റ് ഓഫ് ദി കാൻഡിഡേറ്റ്സിനും ഒരു അറ്റംപ്റ്റ് ഏത് റേഞ്ചിലായിരുന്നു, ബോത്ത് ക്ലർക്കും പിഒയും, അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു കട്ട് ഓഫ് ഏകദേശം ആ ഒരു റേഞ്ച് എന്തായിരിക്കാം, അതേപോലെ കഴിഞ്ഞ മുമ്പത്തെ വർഷങ്ങളിൽ ലാസ്റ്റ് 3 years നടന്നിട്ടുള്ള എക്സാംസിൽ അതെങ്ങനെയായിരുന്നു അതിന്റെ ഒരു റേഞ്ച് വന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ വർഷം നടന്ന ബാങ്ക് എക്സാംസിൽ ആദ്യത്തെ ഒരു എക്സാമാണ് IPS RRB റീജിയണൽ റൂറൽ ബാങ്കിന്റെ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ വർഷവും ഈ ഒരു എക്സാം കറക്റ്റ് ആയിട്ട് തന്നെ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഏകദേശം ഇതേ സമയത്ത് തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു എക്സാംസിന്റെ ഓർഡർ നിങ്ങൾക്കറിയാം, RRB കഴിഞ്ഞിട്ടാണ് പിന്നെ IBPS വരുന്നത്, IPS കഴിഞ്ഞിട്ടാണ് നമ്മുടെ SBI വരുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ റീസെന്റ് RRB കഴിഞ്ഞു, ഇനി ഉടനെ തന്നെ നമ്മുടെ IBPS വരുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ SBIയുടെ നോട്ടിഫിക്കേഷൻ വരാനുണ്ട്. ഇപ്പോൾ IBPS നോട്ടിഫിക്കേഷൻ ആക്റ്റീവ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയായിരുന്നു ഈ വട്ടം നടന്ന ഈ ഒരു എക്സാംസിന്റെ കട്ട് ഓഫ്സ് വരാൻ സാധ്യത, എങ്ങനെയായിരുന്നു അറ്റംപ്റ്റ് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പിഒയിലേക്ക് തന്നെ പോകാം, ബിക്കോസ് പിഒയുടെ എക്സാം ആണ് ആദ്യം നടന്നത്. അപ്പോൾ ആ ഒരു പിഒയുടെ എക്സാമിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ ഒരു RRBയുടെ എക്സാമിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് രണ്ട് സെക്ഷൻസ് മാത്രമേ ഉള്ളൂ, ഒന്ന് റീസണിങ്ങും പിന്നെ ഒന്ന് ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡും. ഇനി ഈ വർഷം നടന്ന എക്സാമിൽ ഒരു സ്പെഷ്യൽ കേസ് കൂടി ഉണ്ടായിരുന്നു. അത് കാരണം പലർക്കും ആ ഒരു എക്സാം കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിരുന്നു. അപ്പോൾ ആ ഒരു സ്പെഷ്യൽ കേസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഈ വർഷം ആദ്യമായിട്ട് സെക്ഷണൽ ടൈമിംഗ് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ സെക്ഷണൽ ടൈമിംഗ് കൊണ്ടുവന്നപ്പോഴും അത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് കുറവും റീസണിങ്ങിന് കൂടുതൽ എന്നൊരു ആംഗിളിലാണ് വന്നത്. ആ ഒരു സമയത്ത് നമുക്ക് പറഞ്ഞ 20 മറ്റേത് 25 ആയപ്പോഴത്തേന് നിങ്ങൾക്ക് അത് ചെയ്യാൻ കുറച്ച് പേർക്കെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ലൈക്ക് ചിലവർ റീസണിങ് എഴുതിയിട്ട് ചുമ്മാ ഇരിക്കുമായിരുന്നു ക്ലർക്കിന്റെ എക്സാംസിൽ. പക്ഷെ പിഒയുടെ എക്സാംസ് പക്ഷേ ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് ചെയ്യാൻ സമയം കിട്ടില്ല. പിന്നെ പിഒയുടെ എക്സാമിൽ ഓൾമോസ്റ്റ് രണ്ടും ഒരേപോലെ തന്നെ ആയിരുന്നു ഏകദേശം. പക്ഷേ അറ്റംപ്റ്റ് കൂടുതലായിരുന്നു ഒരുപാട് പേരുടെയും റീസണിങ്ങില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പിഒയുടെ ഒരു റേഞ്ചിലേക്ക് നമ്മളൊന്ന് പോവുകയാണെങ്കിൽ, ആദ്യമേ റീസണിങ് എബിലിറ്റിയുടെ ആ ഒരു ഓവറോൾ നമ്മുടെ കുറേ ഷിഫ്റ്റുകളായിട്ടാണ് എക്സാം നടന്നത്. പക്ഷേ ഒരു ഓവറോൾ റേഞ്ച് എന്ന് പറയുന്നത്, മോസ്റ്റ് ഓഫ് ദി കാൻഡിഡേറ്റ്സിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ഒരു ഗുഡ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത് 28 to 35 ഇടയ്ക്കായിരുന്നു. റീസണിങ്ങിൽ ഒരു അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ഔട്ട് ഓഫ് 40 ക്വസ്റ്റൻസിൽ, മൊത്തം നിങ്ങൾക്കറിയാം 40 ക്വസ്റ്റനിലാണ്. ആ 40 ക്വസ്റ്റനിൽ ഔട്ട് ഓഫ് 40 നമുക്കൊരു 28 to 35 ആയിരുന്നു മോസ്റ്റ് ഓഫ് ദി കാൻഡിഡേറ്റ്സിന്റെ അറ്റംപ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് ഏരിയയിലേക്ക് വരുമ്പോൾ അവിടെ ആയിരുന്നു കുറച്ചധികം പ്രശ്നം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ട് സെക്ഷണൽ ടൈമിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു വർഷമായിരുന്നു ഈ വർഷം. അപ്പോൾ ഇവിടെയും നമ്മുടെ 40 ദിവസം തന്നെയാണ് ചോദിക്കുന്നത്. പക്ഷേ ഈ 40 ദിവസത്തിൽ അറ്റംപ്റ്റിലേക്ക് പോകുമ്പോൾ അറ്റംപ്റ്റിന്റെ റേഞ്ച് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരുന്നു. ലൈക്ക് ചില ഷിഫ്റ്റുകൾ ഭയങ്കര എളുപ്പമായിരുന്നു, ചില ഷിഫ്റ്റിൽ കുറച്ചധികം ഡിഫിക്കൽട്ട് ആയിരുന്നു. അപ്പോൾ അറ്റംപ്റ്റ് അവിടെ നല്ലപോലെ കുറഞ്ഞു. അപ്പം ഒരുപാട് പേരുടെ ഒരു അറ്റംപ്റ്റ് റേഞ്ച് ചെയ്യുന്നത് ഒരു 22 to 33 റേഞ്ചിലാണ് നിൽക്കുന്നത്. ചില ടഫ് ഷിഫ്റ്റുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു നല്ല മോഡറേറ്റ് ഷിഫ്റ്റുകൾ ഉണ്ടായിരുന്നു. ആ ഒരു ഷിഫ്റ്റിൽ ഒരുപാട് പേര് അറ്റംപ്റ്റ് ചെയ്ത് 23, 25 ഒക്കെയാണ് അറ്റംപ്റ്റ് ചെയ്തത്. 23 to 27 ഇടയ്ക്കാണ് അറ്റംപ്റ്റ് ചെയ്തത്. പക്ഷെ ചില ഷിഫ്റ്റുകൾ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. ആ ഷിഫ്റ്റുകളിൽ ഒരുപാട് പേരും എന്ത് ചെയ്തു, ഒരു ഓൾമോസ്റ്റ് ഒരു 28 to 35 ആ റേഞ്ചിലേക്ക് അറ്റംപ്റ്റ് ചെയ്തു. അപ്പോൾ ഓവറോൾ ഒരു റേഞ്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് റേഞ്ച് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 23 to 32 ആ റേഞ്ചിലാണ് മാക്സിമം അറ്റംപ്റ്റും നിൽക്കുന്നത്. ഇനി ഇതിന്റെ ഒരു കട്ട് ഓഫ്, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി എങ്ങനെയാണ് ഇതിന്റെ ഒരു അറ്റംപ്റ്റ് വരുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ഈ വർഷത്തെ അറ്റംപ്റ്റ്. ഇനി ഇതിലെ ഒരു കട്ട് ഓഫിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, ഇതിന് മുമ്പുള്ള വർഷങ്ങളിലെ കട്ട് ഓഫ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ 3 സ്റ്റേറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, കേരള, തമിഴ്നാട് ആൻഡ് കർണാടക. ബിക്കോസ് ഒരുപാട് പേരും കേരളം അല്ലാതെ തന്നെ വേറെ സ്റ്റേറ്റുകളിലും പോയി എക്സാം എഴുതാറുണ്ട്, നിങ്ങൾക്കറിയാം. അപ്പോൾ ആ ഒരു 3 സ്റ്റേറ്റും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും 2021, 22, 23 കഴിഞ്ഞ ഒരു 3 വർഷത്തെ കട്ട് ഓഫ്സ് ആണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ 2021 പോവുകയാണെങ്കിൽ നമ്മുടെ ഒരു കട്ട് ഓഫ് എന്ന് പറയുമ്പോഴത്തേന് കേരള സ്റ്റേറ്റിന്റെ ഒരു 57.75 ആയിരുന്നു. അതുപോലെ തന്നെ 2022 അതൊരു 58.25. പക്ഷേ കഴിഞ്ഞ വർഷം 2023 അതൊരു 48.75 ഉള്ളായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു കട്ട് ഓഫിന്റെ റേഞ്ച്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആരെങ്കിലും തമിഴ്നാട് എഴുതിയിട്ടുള്ളവരും കർണാടക എഴുതിയിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്കും അവരുടെ കട്ട് ഓഫിന്റെ ആ ഒരു റേഞ്ച് നോക്കാം പിഒയുടെ എങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി കാൻഡിഡേറ്റ്സും കേരളം തന്നെ ആയിരിക്കും എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കേരളം മാത്രം ഫോക്കസ് ചെയ്ത് പോവാം. അപ്പോൾ കേരളത്തിന്റെ ആ ഒരു കട്ട് ഓഫ് നമ്മൾ നോക്കുമ്പോഴത്തേന് ഈ ഒരു റേഞ്ചിലായിരുന്നു നമ്മുടെ കട്ട് ഓഫ് കഴിഞ്ഞ ഒരു 3 വർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വർഷം നമ്മൾ ആ ഒരു അറ്റംപ്റ്റ് നമ്മൾ ഇപ്പം കണ്ടതുള്ളൂ അല്ലേ. അപ്പോൾ ആ ഒരു അറ്റംപ്റ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇപ്പം ആ നടന്ന ഒരു അറ്റംപ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും മിനിമം ഒരു ആംഗിളിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 20, 20, 40. അതുകൂടാതെ 8 + 3 11. സോ 40 + 11 നമുക്ക് ഓൾമോസ്റ്റ് ഒരു എത്ര വരുന്നുള്ളൂ,
ഒരു 51, ഓക്കെ, ആ ഒരു 51 റേഞ്ചിലേ വരുന്നുള്ളൂ. ഇനി നമ്മുടെ ആ ഒരു പ്രീവിയസ് ഒരു കട്ട് ഓഫ്സിലൂടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ആ ഒരു 51 എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കഴിഞ്ഞ വർഷത്തെയും അതിന്റെ മുമ്പത്തെ വർഷത്തിന്റെ ഏകദേശം ഒരു ഇടയ്ക്കായിട്ടാണ് വരുന്നത്. അപ്പോൾ 58, 57 വരെയൊക്കെ നമ്മുടെ ഒരു കട്ട് ഓഫ് പോകുക എന്ന് പറയുന്ന ചാൻസ് വളരെ കുറവാണ്. നമുക്ക് കൂടുതലും ഈ വട്ടം കട്ട് ഓഫ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെക്ഷണൽ ടൈമിംഗ് കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെ എക്സാംസ് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിരുന്നു മോസ്റ്റ് ഓഫ് ദി കാൻഡിഡേറ്റ്സിനും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കട്ട് ഓഫ് ഒരുപാട് കൂടാൻ സാധ്യതയില്ല. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഒരു കട്ട് ഓഫ് അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ മിക്കവാറും ഒരു 30, 46 to 52 ആ ഒരു റേഞ്ചിന്റെ അകത്തായിരിക്കും മിക്കവാറും നമുക്ക് കട്ട് ഓഫ് വരാൻ പോസിബിലിറ്റി ഉള്ളത്. അപ്പോൾ ആ ഒരു ഐഡിയ നിങ്ങൾ കിട്ടിയിട്ടുണ്ടായിരിക്കും. നമ്മൾ ആ ഒരു അറ്റംപ്റ്റും പ്ലസ് കഴിഞ്ഞ വർഷത്തെ മുമ്പുള്ള കട്ട് ഓഫ് കൂടി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. ഏകദേശം എക്സാക്ട്ലി ഇത് തന്നെ വരും എന്നല്ല പറയുന്നത്, പക്ഷേ മോസ്റ്റ് ഓഫ് ദി കാൻഡിഡേറ്റ്സ് എഴുതിയേക്കുന്ന വെച്ച് ഏകദേശം നമ്മുടെ ഈ പറയുന്ന ഈ വട്ടം കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് മേ ബി അത് കുറച്ചുകൂടി കുറയാനും സാധ്യതയുണ്ട്. അതല്ല ഒരുപാട് കൂടത്തില്ല, നമുക്ക് ഈ വരെ 58 വരെ ഒക്കെ പോകാൻ സാധ്യമൊന്നുമില്ല. മോസ്റ്റ് ഓഫ് ദി കേസിലും അത് നമുക്കൊരു ഈ പറയുന്ന നമ്മുടെ ഒരു 52, 53 ആ ഒരു റേഞ്ച് വരെയൊക്കെ ഇൻ കേസ് പോയാലും മാക്സിമം പോകാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു IBPS RRB Pയുടെ ഈ വർഷത്തെ ഒരു അനലൈസിസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ക്ലർക്കിലേക്ക് പോവുകയാണെങ്കിൽ ക്ലർക്ക് നിങ്ങൾക്കറിയാം കുറച്ചുകൂടി എളുപ്പമുള്ള എക്സാമാണ് ക്ലർക്ക്. ഈവൻ നമ്മുടെ മുമ്പുള്ള വർഷങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ 80 out of 80 എഴുതുന്ന ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ട്. 80ൽ 80 ക്വസ്റ്റൻസ് അറ്റൻഡ് ചെയ്യുന്ന ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ട്. പക്ഷേ ഈ വട്ടം സംഭവിച്ചൊരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ സെക്ഷണൽ ടൈമിംഗ് ഇൻക്ലൂഡ് ചെയ്തപ്പോൾ റീസണിങ് ഒരുപാട് പേരും എഴുതിയിട്ട് ചുമ്മാ ഇരിക്കുമായിരുന്നു. നല്ലൊരു പ്രിപ്പയർ ചെയ്തവരൊക്കെ ഒരുപാട് പേരും എഴുതിയിട്ട് ചുമ്മാ ഇരിക്കുമായിരുന്നു. അവർക്ക് ആ റീസണിംഗിൽ ടൈം കൂടുതലായിരുന്നു. പക്ഷേ ക്വാണ്ടിറ്റി ആപ്റ്റിലേക്ക് വരുമ്പം എളുപ്പമായിരുന്നു, പക്ഷേ എന്താ പറയുക ടൈം അത്രത്തോളം കിട്ടിയില്ല. ചിലവർക്കെങ്കിലും അവിടെ ഒരു 3, 4, 5 ക്വസ്റ്റൻസ് ഒക്കെ വെച്ച് മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ അതിന്റെ ഒരു ഗുഡ് അറ്റംപ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലൈക്ക് ഇപ്പം നമ്മുടെ ഒരു ഏകദേശം 7-8 ഷിഫ്റ്റിലായിട്ട് എക്സാം നടക്കുന്നത്. അപ്പോൾ അത്രയും ഷിഫ്റ്റിൽ നമ്മൾ ആ ഒരു അറ്റംപ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ റീസണിംഗ് എബിലിറ്റിന്റെ ഒരു ആ ഒരു ഡിഫിക്കൽട്ടി ലെവൽ മോഡറേറ്റ് ആയിരുന്നു. നമ്മുടെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് 32 to 35 ആണ്. 35 ആണ് മാക്സിമം വന്ന അറ്റംപ്റ്റ്സ് എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് 32 to 35 അറ്റംപ്റ്റ് ആണ് മാക്സിമം വന്നത്. ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലേക്ക് വരുമ്പോൾ ചില ഷിഫ്റ്റുകൾ ഭയങ്കര എളുപ്പമായിരുന്നു, ചില ഷിഫ്റ്റുകളും ഈസി ആയിരുന്നു. പക്ഷെ ആ ഒരു ടൈമിംഗിന്റെ ഇഷ്യൂ കാരണം കുറച്ചുകൂടെ ഈ കാൽക്കുലേറ്റീവ് ക്വസ്റ്റൻ ഉള്ള സ്ഥലങ്ങളിൽ അത് എന്താ പറയുക കുറച്ചുകൂടി സമയം എടുത്തു, കുറച്ച് പേർക്ക് ക്വസ്റ്റ്യൻ മിസ്സായി. സോ അതിന്റെ ഒരു അറ്റംപ്റ്റ് റേഞ്ച് നോക്കുകയാണെങ്കിൽ 30 to 33 അല്ലെങ്കിൽ 28 to 33, 35 ആ റേഞ്ചിലാണ് നമ്മുടെ ഓൾമോസ്റ്റ് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ റേഞ്ച് വന്നേക്കുന്നത്. അപ്പൊ എഗെയിൻ നമുക്ക് ഇവിടെ ആ ഒരു റേഞ്ച് നമ്മൾ ചുമ്മാ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 35ഉം 33 എടുത്താൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് അവിടെ എത്ര വരുന്നുണ്ട്, ഒരു 68 റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന് മുമ്പുള്ള വർഷങ്ങളിൽ ആ ഒരു കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ ഇതിന് മുമ്പുള്ള വർഷങ്ങളിൽ കട്ട് ഓഫ് ഇങ്ങനെ ആയിരുന്നു. 2021 കേരള കട്ട് ഓഫ് 77 ആയിരുന്നു, 2022 76 ആയിരുന്നു, ആൻഡ് 2023 അത് 69.75 ആയിരുന്നു. അപ്പൊ നമുക്ക് കാണാൻ പറ്റും യൂഷ്വലി ഇതിന്റെ കട്ട് ഓഫ് ഔട്ട് ഓഫ് 80ൽ അത്യാവശ്യം നല്ലൊരു കട്ട് ഓഫ് ആണ് നമുക്ക് വരുന്നത്. പക്ഷെ കഴിഞ്ഞ വർഷം ഈ ഒരു കട്ട് ഓഫ് 69.75 ഉള്ളായിരുന്നുള്ളൂ. അപ്പൊ അറൌണ്ട് ആ ഒരു 70 റേഞ്ചിൽ ആയിരുന്നു നമ്മുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും പിന്നെ അതുപോലെ തന്നെ തമിഴ്നാട് കർണാടകയുടെ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡാറ്റ വെച്ച് നമ്മൾ ഇപ്പോൾ നടന്ന എക്സാം കൂടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ ഒരു കട്ട് ഓഫ് നോക്കിയാൽ തന്നെ നിങ്ങൾ കാണുമ്പോൾ ഓൾമോസ്റ്റ് 70 ആണ് വരുന്നത്. നമ്മളിപ്പം നോക്കിയ ആ ഒരു അറ്റംപ്റ്റ് കൂടി നോക്കുമ്പോഴത്തേനും ഈ വട്ടം നേരത്തെ പറഞ്ഞ ടൈമിംഗിന്റെ ഒരു ഇഷ്യൂ കാരണം ചിലർക്കെങ്കിലും കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മേ ബി ഒന്നെങ്കിൽ ആ റേഞ്ചോ അല്ലെങ്കിൽ അതിൽ കുറച്ചുകൂടി കുറയാനാണ് സാധ്യത. ഒരുപാട് കുറയത്തില്ല, പക്ഷെ ഡെഫിനറ്റ്ലി കുറയാനാണ് ചാൻസസ്. സോ നമുക്ക് ഏകദേശം കട്ട് ഓഫിന്റെ റേഞ്ച് വരാൻ പോകുന്നു മിക്കവാറും നമ്മളിപ്പം പറഞ്ഞ പോലെ തന്നെ ഒരു 68 to 73 ആ ഒരു റേഞ്ചിലായിരിക്കും മോസ്റ്റ്ലി കട്ട് ഓഫിന്റെ. ഇതിനേക്കാളും കുറയുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഒരുപാട് പേർക്ക് കുറച്ചുകൂടി ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. വേക്കൻസിന്റെ മേളിൽ ഡിപ്പെൻഡ് ചെയ്യും ആ ഒരു കാര്യം. പക്ഷെ സ്റ്റിൽ നമ്മുടെ ഒരു കട്ട് ഓഫിന്റെ റേഞ്ച് മോസ്റ്റ്ലി വരാൻ ചാൻസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 67 to 73 ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും മിക്കവാറും കട്ട് ഓഫ് വരുന്നത്. അപ്പം ശരിക്കുള്ള കട്ട് ഓഫ് എന്നാലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, പക്ഷേ ഓൾമോസ്റ്റ് നമുക്ക് ഈ റേഞ്ച് എന്നുള്ള രീതിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നമുക്ക് മെയിൻസിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ബിക്കോസ് അതിനുകൂടി വേണ്ടിയാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം പ്രിലിംസ് മാത്രമല്ല, നിങ്ങൾക്കറിയാം ഇത് കഴിഞ്ഞ ഉടനെ മെയിൻസ് വരുന്നുണ്ട്. അപ്പം മെയിൻസിന്റെ പ്രിപ്പറേഷൻ നമ്മൾ ആ ഒരു റിസൾട്ട് വന്നതിന് ശേഷം തുടങ്ങിയാൽ പറ്റത്തില്ല. നിങ്ങൾക്കറിയാം വളരെ പെട്ടെന്ന് തന്നെ മെയിൻസ് വരും. സോ നേരത്തെ തന്നെ മെയിൻസ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ ഒരുപാട് പേർക്ക് ഒരു ഡൗട്ട് ഉണ്ട്, കട്ട് ഓഫ് ഏകദേശം എത്ര വരുമായിരിക്കും, അപ്പം നമ്മൾ ഇത്ര അറ്റംപ്റ്റ് ചെയ്തോളൂ, അപ്പം നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത്. അപ്പം ഇപ്പൊ ഈ പറയുന്ന ഒരു റേഞ്ചിന്റെ ഒക്കെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ ലൈക്ക് അതിന് ഇച്ചിരി കുറവൊക്കെ ആണെങ്കിലും ഒരു +-3 കുറവൊക്കെ ഒരു -3 കുറവൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന്റെ മെയിൻസിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ബിക്കോസ് നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഏകദേശം മാക്സിമം പോസിബിൾ എത്രത്തോളം വരാം എന്നുള്ളതാണ് പറയുന്നത്. ഇതിനേക്കാളും കുറയാനാണ് ചാൻസ് കൂടുതൽ. നിങ്ങൾക്കറിയാം കൂടാൻ ചാൻസ് കുറവാണ്. ബിക്കോസ് ഈ വട്ടം ടൈമിന്റെ ഇഷ്യൂ ഉണ്ടായിട്ട് ഇപ്പൊ പറഞ്ഞതിനേക്കാളും കുറയാനാണ് ചാൻസ് കൂടുതൽ. പക്ഷെ ഒരുപാടും കുറയത്തില്ല. നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഒരു -3 ആ ഒരു റേഞ്ചിലൊക്കെ നിൽക്കത്തുള്ളൂ, അതിൽ കൂടുതൽ കുറയത്തില്ല. അപ്പൊ ഇതാണ് നമുക്ക് ഏകദേശം ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു IPS ക്ലർക്കിന്റെയും ഇതിന് മുമ്പുള്ള വർഷങ്ങളിലും ആൻഡ് ഈ വർഷം വരാൻ ചാൻസ് ഉള്ള ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത്.
സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇതിന്റെ കുറിച്ചൊരു ക്ലിയർ ഐഡിയ കിട്ടി എന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ മുമ്പുള്ള വർഷങ്ങളിൽ ആ ഒരു ഡാറ്റ കൂടി വെച്ച് നമ്മൾ ഈ വർഷം അറ്റൻഡ് ചെയ്ത ആ ഒരു ഡാറ്റ കൂടി വെച്ച് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെയിൻസിന്റെ പ്രിപ്പറേഷൻ നിങ്ങൾ എത്രയും വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു റേഞ്ചിന്റെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ ഈവൻ ഞാൻ ലൈക്ക് ആ പറഞ്ഞ റേഞ്ചിന് ഉള്ളിൽ തന്നെ അല്ല, ഈവൻ അതിൽ നിന്നൊരു -3 to -5 അകത്ത് നിൽക്കുകയാണെങ്കിൽ പോലും നിങ്ങളുടെ മെയിൻസിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ബിക്കോസ് നിങ്ങൾക്കറിയാം RRBക്ക് വേണ്ടി മാത്രമല്ല ഇനി വരാതിരിക്കുന്ന എക്സാമിന് നിങ്ങൾക്ക് IPS ഉണ്ട്, SBI ഉണ്ട്, ഇതിനൊക്കെ തന്നെ മെയിൻസിന്റെ എക്സാംസ് ഉണ്ട്. അതിനെല്ലാം തന്നെ നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെയാണ്, മെയിൻസ് എക്സാം ഒക്കെ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മെയിൻസിന്റെ പ്രിപ്പറേഷന് വേണ്ടിയും എൻട്രി ആപ്പിൽ കോഴ്സസ് ഉണ്ട്. മെയിൻസിന് മാത്രമുള്ള പ്രിപ്പറേഷന് വേണ്ടി നിങ്ങൾക്ക് അതിനെക്കുറിച്ചും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി, ഈവൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനും ലൈക്ക് ഈ ഒരു എക്സാം റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഡൗട്ട്സ്, നിങ്ങൾക്ക് അതിന്റെ മെയിൻസിന്റെ പ്രിപ്പറേഷനെ കുറിച്ചുള്ള ഡൗട്ട്സ്, അല്ലെങ്കിൽ വരാതിരിക്കുന്ന എക്സാംസിനെ കുറിച്ചുള്ള ഡൗട്ട്സ്, ക്വാളിഫിക്കേഷൻ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഇവ നിങ്ങൾ മെയിൻസ് മാത്രം പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഓക്കെ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി മെയിൻസിന് വേണ്ടി മാത്രമായിട്ടുള്ള ബാച്ചസ് ഉണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആപ്പിൽ നിന്ന് ഡയറക്ട്ലി ചെയ്യാൻ പറ്റും. പക്ഷേ അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഓഫർ പ്രൈസിൽ അതിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ ആ ഒരു നമ്പർ എന്ന് പറയുന്നത് 7736122215 ആണ്. 7736122215 ആണ് ആ ഒരു ഫോൺ നമ്പർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ്, നമ്മുടെ മെയിൻസിന്റെ ഒക്കെ ബാച്ചിനെ കുറിച്ച്, മെയിൻസിന് മാത്രം വേണ്ടിയുള്ള ബാച്ചസിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാവുന്നതാണ്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഡൗട്ട്സ് ഏകദേശം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇത് ഒരുപാട് ഇതിനെക്കുറിച്ചുള്ള ഡൗട്ട്സ് വരുന്നുണ്ടായിരുന്നു. സോ അതാണ് നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട്, ഈ ഒരു സെഷനുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. അപ്പോൾ നമുക്ക് ഇനി വരാതിരിക്കുന്ന എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് ഇനി വരാതിരിക്കുന്ന എക്സാമിനെ കുറിച്ച് ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. താങ്ക് യു.